പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് പോകാനും പോവുകയാണ്. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക ഇന്ന് ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. അതുകൂടാതെ കൊല്ലംകോട്ട് പറമ്പിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സമ്മർദ്ദവും അതേ തലത്തിൽ തന്നെ എംഎൽഎമാർക്ക് ഒരു പദ്ധതിയാണ് സാധാരണ കൊടുക്കാറുള്ളത് എല്ലാ നിയോജകമണ്ഡലത്തിൽ. എങ്കിലും നമ്മൾ ആ സമ്മർദ്ദം നടത്തി ഒരു പദ്ധതി കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്കുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ 1 കോടി രൂപയ്ക്ക് നമ്മുടെ പ്രദേശത്തിന്റെ ആകെ മുഖച്ഛായയെ മാറ്റുവാൻ കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ പറ്റി നിങ്ങളുടെ കൂടി സജഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഇന്ന് നിങ്ങൾക്ക് പറയണമെന്നില്ല. നിങ്ങളുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെല്ലാം അതിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നല്ല റോഡുകൾ, വൈദ്യുതി എത്താത്ത ഏതെങ്കിലും പ്രദേശമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വൈദ്യുതി എത്താത്ത ഏതെങ്കിലും പ്രദേശമുണ്ടെങ്കിൽ ആ പ്രദേശത്ത് വൈദ്യുതി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് നമ്മുടെ ആകെ പ്രദേശത്തിന്റെ മുഖച്ഛായയെ തന്നെ മാറ്റി ഇതിനെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയിട്ടാണ് അംബേദ്കർ ഗ്രാമപഞ്ചായത്ത് കേളുവിന് 27/6/2025 അപ്പൊ അതിനകത്ത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ കാലുകുത്തിക്കാൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ചവർ, എന്ന് ഭീഷണി മുഴക്കിയവർ, പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഭീഷണി മുഴക്കിയവർ, അതിനെ ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞ ആളുകളാണ് പാലക്കാട്ടെ CJP എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിക്കാര്. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കാരും പാലക്കാട്ടുണ്ടാക്കിയ ഒരു സഖ്യമാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിക്കാർ ഒരുമിച്ചായിരുന്നു രാഹുലിനെ തടയുമെന്നും രാഹുലിനെ കാലുകുത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും രാഹുലിന്റെ പൊതുപരിപാടികൾ ഞങ്ങൾ തടസ്സപ്പെടുത്തുമെന്നും ഒക്കെ ഭീഷണിയും വെല്ലുവിളിയും നടത്തിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പാലക്കാട്ട് നഗരസഭയുടെ അധ്യക്ഷ BJPയുടെ പ്രതിനിധി രാഹുലിനൊപ്പം വേദി പങ്കിടുന്നതും അവര് കോൺഗ്രസിലേക്ക് ചേക്കേറുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് നമ്മൾ കണ്ടു. ഇപ്പോഴിതാ കണ്ണാടിയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലത, ആ ലത ഇപ്പോ രാഹുലിനൊപ്പം ഇറങ്ങുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുകയാണ്. ലതയും കോൺഗ്രസിലേക്ക് എത്തുകയാണ്. രാഹുലിന്റെ ഒപ്പം വേദി പങ്കിടുന്നു, രാഹുലിനുള്ള എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു. തടയുമെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ആൺകുട്ടിയായി നെഞ്ചും വിരിച്ചുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളെ കൊത്തിക്കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇത് തടയാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? പാലക്കാടിന്റെ മണ്ണിൽ രാഹുലിന്റെ രോമത്തിൽ തൊടാൻ നിങ്ങൾക്ക് സാധിക്കില്ല മക്കളെ. നിങ്ങൾ കളിച്ചത് രാഹുലിനോടാണ്. അത് നിങ്ങൾ മറന്നുപോയി. ആ കളിയിൽ നിങ്ങള് കുറച്ചു നേരം ബോൾ നിങ്ങളുടെ കയ്യിലായിരുന്നു, പൊസഷൻ നിങ്ങളുടെ കയ്യിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തിരിച്ച് ഈ പറയുന്ന ബോൾ രാഹുലിന്റെ കാലുകളിൽ എത്തിയിരിക്കുകയാണ്. ഇനി കളിക്കാൻ പോകുന്നത് രാഹുലാണ്. നിങ്ങളുടെ കാലിനടിയിലെ മണ്ണിങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം BJPക്കാര് തമ്മിലടിക്കുന്നത് നമ്മൾ കണ്ടു. പറയുന്ന നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ കോൺഗ്രസിലേക്ക് ചേക്കേറുവാനുള്ള, കോൺഗ്രസ് ക്യാമ്പിലേക്ക് കടന്നു ചെല്ലുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത് നമ്മൾ കണ്ടു. തന്ത്രപരമായ നീക്കമെന്നാണ് ഈ പറയുന്ന പ്രമീള ശശിധരൻ പറഞ്ഞത്. യെസ്, തന്ത്രപരമായ നീക്കം തന്നെയാണ്. കോൺഗ്രസ് ക്യാമ്പിലേക്ക് ചെന്ന് കയറുവാനുള്ള തന്ത്രപരമായ നീക്കമാണ് പ്രമീള ശശിധരൻ നടത്തിയത്. തൊട്ടു പിന്നാലെ ഇതാ സഖാക്കളിൽ പെടുന്ന CPMന്റെ കണ്ണാടി പഞ്ചായത്ത് പ്രസിഡന്റ് ലത, അവരും രാഹുലിനൊപ്പം വേദി പങ്കിട്ടിരിക്കുന്നു. ഇനി ഇതൊക്കെ കണ്ടിട്ട് ഈ പറയുന്ന CJPക്കാർ എങ്ങനെ സഹിക്കും ഇതൊക്കെ? എൻ്റെ പൊന്നോ, എനിക്ക് മനസ്സിലാവുന്നില്ല. കരയാനോ മൂക്കൊലിപ്പിക്കാനോ എന്ത് വേണമെങ്കിലും ആവട്ടോ. കാരണം നിങ്ങളുടെ ഒരു അവസ്ഥ അത് വളരെ ദയനീയം തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് എന്താണ് ക്യാപ്സ്യൂളുകൾ ഇറക്കാൻ കഴിയുക എന്നും മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് രാഹുല് ഈ CJP കൂട്ടുകെട്ടിന്റെ അടിവേരറുത്തിട്ട് പാലക്കാട്ട് രാഹുലിന് വിശ്രമം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളുടെ അടിവേരറുക്കുന്ന ഒരു പരിപാടി, അതൊരു പുതിയ രീതിയാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ. അതൊരു പുതിയ രീതിയാ. ആ രീതി രാഹുല് പാലക്കാട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന കണ്ണാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, CPMന്റെ പ്രസിഡന്റ്, പഞ്ചായത്ത് ഭരിക്കുന്നത് CPM,
ആ പഞ്ചായത്ത് പ്രസിഡന്റ് എം ലത രാഹുലിന്റെ ഒപ്പം ഒരേ വേദിയിൽ മുന്നോട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന നഗരസഭാ അധ്യക്ഷ രാഹുലുമായി വേദി പങ്കിട്ടതും രാഹുലിനോടൊപ്പം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളും വിവാദങ്ങളും നമ്മൾ കണ്ടു. ആ കോലാഹലങ്ങൾ അവസാനം എത്തി നിൽക്കുന്നത് എവിടെയാ? അവസാനം എത്തി നിൽക്കുന്നത് നഗരസഭാ അധ്യക്ഷയായിരുന്ന പ്രമീള ശശിധരൻ. ആ പ്രമീള ശശിധരന്റെ കോൺഗ്രസ് പ്രവേശനത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഇവിടെയും തിരിച്ചൊന്നും മറ്റൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. കണ്ണാടി പഞ്ചായത്തിലും മറ്റൊരു സംഭവമല്ല ഉണ്ടാകാൻ പോകുന്നത്. ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് എം ലത കോൺഗ്രസിലേക്ക് എത്താൻ പോവുകയാണ്. അതിനുള്ള എല്ലാ ചരട് വലികളും രാഹുൽ ആരംഭിച്ചു കഴിഞ്ഞു. രാഹുലിന്റെ പ്രവർത്തനം വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ, അയാൾ പലതും മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. എന്താണ് മുന്നിൽ കാണുന്നത്? മറ്റൊന്നുമല്ല, ഈ ഡിസംബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് മുന്നിൽ കാണുന്നത്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്ന് പാലക്കാട് നഗരസഭ പിടിച്ചെടുക്കണം, മറ്റൊന്ന് കണ്ണാടി പഞ്ചായത്ത്, CPM ഭരിക്കുന്ന കണ്ണാടി പഞ്ചായത്ത്, അതും കോൺഗ്രസിന്റെ പക്കലിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികളും വലിയ ആസൂത്രണവും വലിയ കരുനീക്കങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ മണ്ണിൽ സജീവമാണ്. ഇതൊക്കെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത്, രാഹുലിനെ ഞങ്ങൾ കാലുകുത്തിക്കാൻ സമ്മതിക്കില്ല, രാഹുലിനെ ഞങ്ങൾ തടയും, പൊതുപരിപാടികൾ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചവര്, അവരുടെ കാലിനടിയിലെ മണ്ണ് അതിങ്ങനെ ഒലിച്ചു പോകുന്നത് ഇവരാരും അറിയുന്നില്ലേ എന്നുള്ളതാണ് എന്റെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. അല്ലേ? നിങ്ങൾക്കും തോന്നുന്നില്ലേ? കാരണം നിങ്ങൾ ഇന്നലെ കണ്ടു, നഗരസഭയിൽ നിങ്ങൾ ഇന്നലെ കണ്ടു, നഗരസഭാ അധ്യക്ഷ BJP ഈ പറയുന്ന ചൂലും ബാനറും ഫ്ലെക്സും ഒക്കെയായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തിരിച്ചെത്തിയെന്ന് പാലക്കാട് രാഹുലിന്റെ MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധങ്ങൾ നടത്തിയവര് ഇന്നിപ്പോ നോക്കുമ്പോ അവരുടെ കൂട്ടത്തിൽപ്പെടുന്ന നഗരസഭാ അധ്യക്ഷയും ഈ പറയുന്ന ശിവരാജനും മറ്റു ചില കൗൺസിലർമാരും ഒക്കെ രാഹുലിനൊപ്പം ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി കണ്ണാടി പഞ്ചായത്തിലേക്ക് പോയി കഴിഞ്ഞാലോ, CPM ഭരിക്കുന്ന കണ്ണാടി പഞ്ചായത്ത്, ആ കണ്ണാടി പഞ്ചായത്തിൽ എന്താ അവസ്ഥ? അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ എന്ന് പറഞ്ഞാൽ രാഹുൽ തൂക്കുന്നത് ഇവരുടെ തലമുതിർന്ന നേതാക്കളെയാണ്. ഈ പറയുന്ന കൗൺസിലർമാരെയോ മറ്റുള്ളവരൊക്കെ അതിന്റെ ബോണസ് ആയിട്ട് അതിന്റെ കൂടെ വരുമെന്നല്ലാതെ ആദ്യം രാഹുൽ തൂക്കാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ നേതാക്കളെയാ. നഗരസഭാ അധ്യക്ഷയെ ആദ്യം കൂടെ കൂട്ടി, ഇപ്പുറത്ത് കണ്ണാടി പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടെ കൂട്ടി. മനസ്സിലായില്ലേ? അപ്പൊ രാഹുലിനറിയാം, ഒരാളെ തൂക്കിയാൽ ഈ പറയുന്ന ബാക്കിയുള്ളവരൊക്കെ മെമ്പർമാരും കൗൺസിലർമാരും ഒക്കെ ആയിട്ടുള്ളവർ അതിന്റെ കൂടെ ഒരു ബോണസ് എന്ന രീതിയിൽ കോൺഗ്രസിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ രാഹുലിന് സംശയമില്ല. അപ്പൊ രാഹുലിന്റെ പ്രവർത്തനങ്ങൾ, ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി CPM ഭരിക്കുന്ന കണ്ണാടി ഗ്രാമപഞ്ചായത്ത് ഒരു ലക്ഷ്യം അതാണ്. മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് BJP ഭരിക്കുന്ന നഗരസഭ, അതൊരു മറ്റൊരു ലക്ഷ്യമാണ്. പാലക്കാട് MLA ആയിരിക്കുമ്പോൾ ഈ പറയുന്ന പാലക്കാട് അസംബ്ലി മന്ദിരത്തിൽപ്പെടുന്ന കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ നഗരസഭ, ഈ പറയുന്ന പാലക്കാട് നഗരസഭ, ഇതിന്റെയൊക്കെ തദ്ദേശ ഭരണങ്ങൾ അത് കോൺഗ്രസിന്റെ കൂടെ നിൽക്കണമെന്ന് രാഹുൽ ആഗ്രഹിക്കുന്നു. പാലക്കാട്ടെ കോൺഗ്രസിന്റെ നേതാക്കൾ ആഗ്രഹിക്കുന്നു. അപ്പൊ അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ പറയുന്ന കരുനീക്കങ്ങൾ, അതിന് ഏറ്റവും അനുയോജ്യം രാഹുൽ തന്നെയാണ്. MLA കൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ കോൺഗ്രസിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത്. നഗരസഭാ അധ്യക്ഷക്ക് പിന്നാലെ ഇപ്പൊ കണ്ണാടി പഞ്ചായത്ത് പ്രസിഡന്റ് CPM പ്രസിഡന്റ് കൂടി ഈ കോൺഗ്രസിലേക്ക് കടന്നു വരാൻ പോകുന്നു. കാര്യങ്ങള് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുലിന്റെ കരുനീക്കങ്ങൾ, രാഹുലിന്റെ മാസ്റ്റർ പ്ലാൻ അത് കൃത്യമായി വർക്കൗട്ട് ആവുന്നു. അതിന് പാലക്കാട്ടെ ജനം കൈയടിക്കുന്നു, പാലക്കാട്ടെ ജനം രാഹുലിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നതും. കാരണം ജനത്തിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് രാഹുൽ മുന്നോട്ട് പോകുന്നത്. രാഹുലിന് മറ്റൊരു ലക്ഷ്യമുള്ളത് 2026 തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അതിന് മുൻപായിട്ട് ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിൽ കൂടി ശക്തി തെളിയിക്കുക എന്നുള്ളത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത് രാഹുലിന്റെ ഒരു വാശിയാണ്. കാരണം തന്നെ കൊത്തിക്കീറാൻ നിന്നവര്, തന്നെ വെല്ലുവിളിച്ചവര്, തന്നെ അധിക്ഷേപിച്ചവര്,
തന്നെ കാല് കുത്തിക്കാൻ അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയവര്, തന്നെ തടയുമെന്ന് അവകാശപ്പെട്ടവര്, അവരുടെ മുന്നിൽ ഇങ്ങനെ നെഞ്ചും പിരിച്ച് നിന്നുകൊണ്ട് ഇതിനെയൊക്കെ നേരിടുക എന്ന് പറയുന്നത് രാഹുലിന്റെ ഒരു വാശി തന്നെയാണ്. അല്ലെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു കുത്തിരിയല്ലല്ലോ. അയാളെ നെഞ്ചും വിരിച്ച് പലതിനെയും നേരിടുന്നത് നമ്മൾ കണ്ടതല്ലേ, പലരെയും ചുരുട്ടിക്കൂട്ടി മൂലക്ക് ഇരുത്തുന്നത് നമ്മൾ കണ്ടതല്ലേ. പിന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വലിയ കാര്യമല്ല. പക്ഷേ നമുക്ക് ഇതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാ. കാരണം അയാളെ കൊത്തിക്കീറാൻ, അയാളെ വേട്ടയാടാൻ മുന്നിൽ നിന്ന് നയിച്ചവരെ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി മൂലക്കിരുത്തിയിട്ട് അയാൾ ഒരു വൺ മാൻ ഷോ ഇങ്ങനെ പാലക്കാട് നടത്തുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് ഇതിനൊക്കെ കൈയടിക്കാതിരിക്കുന്നത് നമ്മൾ?